മീനെ വെള്ളം കരക്ക പോയി വെറുതെ പിടിക്കാനാണല്ലോ എക്സ്പെൻസീവ് ആയ പരിപാടിയത്. ഫസ്റ്റ് തേർന്ന് മറ്റേ KCB ലൈനിൽ പിടിക്കിട്ട് അത് ഊരിയാ 3 മണിക്കൂർ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ലൈഫ് ഓഫ് ഉഷാർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നമ്മളെ കമ്പനിക്കാരുണ്ട്, ഷിബിലിൻ്റെ സിസ്റ്ററിൻ്റെ കല്യാണമാണ്, അങ്ങോട്ട് പോവാണ്. ഇതാ പിക്ക് ചെയ്യാൻ ആശാൻ എത്തിയിട്ടുണ്ട്. ആശാൻ എന്താ പറയാനുള്ളത്? രാവിലെ തന്നെ എന്ത് പറയാനാ? അബു രാവിലെ 9 മണിക്ക് എണീച്ച് 9 മണിക്ക് പോകാൻ പ്ലാൻ ചെയ്തത്. ആശാൻ 9 മണിയാകുമ്പോഴേക്കും ഫുള്ള് പരിപാടിയും കഴിഞ്ഞ് എന്നെ വിളിച്ചിരിക്കുന്നു. റെഡി ആയിട്ട് നിൽക്കുകയാണ്. അന്നപ്പോണ്ട് പ്രണവ് വിളിക്കണ്. അവൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ. കുറച്ച് ലാഗ് അടിച്ചിട്ട് ഇറങ്ങിയാൽ മതി, നേരത്തെ ഇറങ്ങിയിട്ട് കാര്യമല്ല. അവിടെ വന്നിട്ട് പോസ്റ്റ് അടിച്ച് നിൽക്കേണ്ടി വരും. പിന്നെ കൂട്ടത്തിൽ ഒരുത്തനുണ്ടായിരുന്നു, സൽമാൻ എന്ന് പറഞ്ഞ്. ഓൻ നല്ലോണം വൃത്തിക്ക് ചാമ്പ്യൻ ചെയ്തിട്ടുണ്ട്. ഓനെ വിളിച്ച് രാവിലെ പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് വേറെ കാര്യം. പിന്നെ ആദർശിൻ്റെ പെരുവയിൽ നിൽക്കുന്നത്, ആശാനെ കൂട്ടണം. ഞങ്ങളിതാ താമരശ്ശേരി എത്തിക്കണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത തിരക്കുണ്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അല്ലേ. പണ്ടത്തെ കോഴിക്കോടിൻ്റെ ഒരു ഫീലൊക്കെ കിട്ടി തുടങ്ങിയിരിക്കുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ കോഴിക്കോട് ട്രാഫിക് കാരണമാണ് ഞാൻ കോഴിക്കോട് ബൈക്ക് എടുത്ത് പോകാത്തത്. കാറ് തീരെ പോയില്ല, ബൈക്ക് ഞാൻ ഓടിച്ചു പോയില്ല. ഡോമിയൊക്കെ എടുത്താൽ ഇരുന്ന് പോച്ചില്ലേ. എന്നോട് പിന്നെ അങ്ങനെയൊന്നും കോഴിക്കോട് പോകില്ല. പോവുകയാണെങ്കിൽ 9 മണിക്ക് ശേഷം നൈറ്റ് പോയിട്ട് കോഴിക്കോട് ബീച്ചും അവിടെ കണ്ണൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് പുലർച്ചെ 3 മണിയാകുമ്പോൾ തിരിച്ചെത്താം. അതാണ് ഇപ്പോൾ കുറേ ആയി പോയിട്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എന്തെങ്കിലും ആവശ്യമുണ്ടേ പോകാമെന്നല്ലാണ്ട് ചുമ്മാ കോഴിക്കോട് കാണാൻ പോകുന്ന പരിപാടി ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. പണ്ടൊക്കെ അതന്നെയായിരുന്നു പരിപാടി. എന്നും പോയല്ലേ, എന്നും രാത്രി കോഴിക്കോട് ബീച്ച് കാണാൻ പോയി. പിന്നെ പ്രണവ് ഉണ്ട്, ആദർശ് ഉണ്ട്, അതിൽക്കെയും ബാക്കിയുള്ള ടീംസൊക്കെ ഇന്ന് ലീവ് ഇല്ലാത്തവരൊക്കെ ഇന്നലെ നൈറ്റ് പോയി വീട്ടിൽ പോയി വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇന്ന് ഇതിനായിട്ട് ലീവാക്കി ഇറങ്ങിയതാണ്. എന്നപ്പം ആദർശ് പെരുവയിൽ കാത്തിക്കുണ്ട്. അതന്നെ കൊടുവള്ളി ഉണ്ട്, കുന്നമംഗലം ചാടാണ്ട്, 2-3 മെയിൻ സിറ്റീസ് ഉണ്ട്. നമ്മളിപ്പം ഇവിടെ നിന്ന് റൂട്ടിലേക്ക് കയറും. മാനിപുരം റൂട്ടിന് കയറിയിട്ട് ആദർശിനെ പിക്ക് ചെയ്യണം, പിന്നെ പ്രണവിനെ പിക്ക് ചെയ്തിട്ട് അതിലിങ്ങനെ ടോളും കൂടിയും കട്ട് ചെയ്ത് നമ്മൾ അങ്ങോട്ട് പോകാന്നാണ് പ്രണവ് പറഞ്ഞത്. ആ റൂട്ടിന് അങ്ങോട്ട് വിട്ടാലേ ഇതേ റൂട്ടൊക്കെ ആയിരിക്കും, പക്ഷെ കാലി റൂട്ടായിരിക്കും. അത്യാവശ്യം അടിപൊളി റോഡുമാണ്. അതപ്പം റോഡിന് നമുക്ക് നല്ല സുഖമായിട്ട് തിരക്കും കുറവാണ്. കുന്നമംഗലം മെഡിക്കൽ കോളേജ് ആ റൂട്ടിലേക്ക് നമുക്ക് ചാടാൻ ഏറ്റവും സുഖം പിടിച്ച റൂട്ടാണ്. ഞാൻ പോയല്ലേ, ഞാൻ ഹൈലൈറ്റിന്റെ ഫ്രണ്ട് നിന്നിട്ടാ കേറിയെന്ന് തോന്നുന്നു. ബൈപ്പാസ് റോഡിന്റെ അവിടുന്ന് കട്ട് ചെയ്തിട്ട് കുന്നമംഗലം ടൗൺ ടച്ച് ചെയ്യാതെ പെരുവയിലേക്ക് ചാടും. പെരുവയില് നേരെ നമ്മൾ ഈ റോഡിലേക്ക് റോഡിലേക്ക്. പരിപാടി എന്താന്ന് വെച്ചാല് അവിടുന്ന് കട്ട് ചെയ്താൽ ഇപ്പൊ ഞാൻ പറയട്ടെ, ഹൈലൈറ്റിന്റെ അവിടുന്ന് കട്ട് ചെയ്താൽ നമുക്ക് മറ്റെന്താ തൊണ്ടയാട് മിസ്സായി, മെഡിക്കൽ കോളേജ് പോയി, അതുപോലെ തന്നെ കുന്നമംഗലം, കൊടുവള്ളി, ഇത്രയും വലിയ വലിയ സിറ്റികളൊക്കെ കവർ ചെയ്ത് പോയി. ഹൈലൈറ്റും കട്ട് ചെയ്ത് ഇവിടേക്ക് ചാടാം, എവിടേക്ക് അതിന്റെ മുന്നേ ചാടാം, അതിന്റെ മുമ്പിലേക്കും പോവാം. ഓക്കെ, ആ റൂട്ട് വലിയൊരു ഐഡിയ അല്ല, പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള റൂട്ടൊക്കെ എനിക്കറിയാം. കുറച്ച് മുന്നാണ് ഞാൻ പോകുന്നത്. നൈറ്റ് ഈ റോഡ് കാലിയായി ഒന്നും നോക്കണം, ഞാൻ അടിച്ച് വിനിച്ചു പോകും, പെട്ടെന്ന് വീട്ടിൽ എത്തി. നൈറ്റ് പോരാ, പക്ഷെ നമ്മൾ വഴി മനസ്സിലാവണം. വഴി അറിയൂലേ പ്രശ്നമാണ്. ഒന്നാമതെന്ന് വെച്ചാൽ ഫുള്ള് വളവും തിരിവുള്ള ചിലപ്പം കാര്യം നമുക്ക് മെയിൻ റോഡിന്റെ കിലോമീറ്റർ വെച്ച് കണക്കൂട്ടുകയാണെങ്കിൽ ഏകദേശം ഒരു സെയിം കിലോമീറ്ററിലാണ് വരുന്നത്. പക്ഷെ നമ്മൾ അത്രയും ബ്ലോക്കും കാര്യങ്ങളും ഒഴിവാക്കി നമ്മൾ കോഴിക്കോട് എത്തുന്നതിന് മുമ്പ് നമ്മൾ ഈ റൂട്ട് പാസ് ചെയ്യണമെങ്കിൽ കോഴിക്കോട് മരുവരെത്തി, അങ്ങാടി എത്തി. ഇവിടെ സോമേട്ടൻ ഐസ്ക്രീം ഉണ്ടാവും ഇല്ല? പക്ഷെ എൻ്റെ ഉമ്മയൊക്കെ കഴിച്ച സാധനമാണ്. ഉമ്മ പറഞ്ഞിട്ടാണ് ഞാൻ കേട്ടേ. ആ പ്രാവശ്യം പെങ്ങളെയും കൂട്ടി ഇതിലങ്ങനെ വരുമ്പോൾ അവിടെ നിർത്തി കഴിച്ച് ആ സ്കൂളിൻ്റെ നേരെ മുന്നിലിട്ടട ഈ വയലറ്റ് അടിച്ച അതിലാണ് ഞാൻ പറഞ്ഞ സോമേട്ടൻ്റെ ഐസ്ക്രീം. ഇനി വല്ലപ്പോയി ഇതിലെങ്ങനെ വരുമ്പോൾ സ്കൂൾ ദിവസം എന്താണ് ഉണ്ടാവുന്നത്. അത് കാരണം എന്താണെന്നറിയോ? പ്രത്യേകത ഉണ്ട്. മൂപ്പര് വീട്ടിൽ നിന്നുണ്ടെങ്കിൽ ഈ കാലത്ത് എനിക്ക് എവിടെ നിന്നും കിട്ടൂല. ഇത് ഓൾമോസ്റ്റ് അത്യാവശ്യം ആൾക്കാർ വീഡിയോസ് ചെയ്തിട്ടുണ്ട് സോമേട്ടൻ ഐസ്ക്രീം. പക്ഷെ മൂപ്പര് സ്കൂൾ ദിവസം മൂപ്പരുണ്ടാവും. പേടിക്കാനില്ല കേട്ടോ. താമരശ്ശേരി ഗവൺമെന്റ് ഹോസ്പിറ്റൽ അടുത്തുണ്ട്, കുറച്ചവിടെ പോയാൽ മെഡിക്കൽ കോളേജ് അടുത്തുണ്ട്. പകുതിയാ. പിന്നെ അതിന്റെ ഇടയ്ക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റൽ അതുകൊണ്ട് നമ്മളെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. താമരശ്ശേരി പ്രത്യേകിച്ച് ഒരു കാര്യം പറയണ്ടേ,
അങ്ങോട്ട് പോയാലും ഒരുവിധം കേസൊന്നും പോലും എടുക്കൂല, ഒക്കെ മെഡിക്കൽ കോളേജ് കഴിക്കും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ താമരശ്ശേരി പോകുന്നതിനായിട്ട് നല്ലത് നേരെ മെഡിക്കൽ കോളേജ് ആയിരിക്കും. അപ്പൊ നമ്മള് എന്തായാലും ആദർശനെ കാണണ്ടേ, എന്നിട്ട് ബാക്കി പറയാം. നമ്മൾ രണ്ടാളെയും കൂടി കിട്ടിയിട്ടുണ്ട്. നമ്മള് പ്രണവിനെയും കൂടി കൂട്ടാൻ പോവാണ്. നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തി? ഓട്ടോ അറിയോ? എനിക്കൊന്നുമില്ല, ഡോറായിട്ട് പോകും. ഔട്ടോ ഇനി എങ്ങോട്ടാ വേണ്ടി? നേരെ പോട്ടെ. പാവല്ലേ? ആയിക്കോട്ടെ. കപ്പ് 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 കാണിച്ചു കൊടുക്ക്. എല്ലാരും യൂണിഫോം കാറ്ററിംഗാ? കണ്ടിട്ട് നല്ല പറഞ്ഞു. കല്യാണോ? എന്റെ ഉണ്ടല്ലോ, എന്റെ മുന്നേ വീടൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ടേ ഉള്ളു. ആദ്യം അല്ല, ആദർശനെ കഴിഞ്ഞിട്ട്. ആദർശ ഇനി ആദർശനെ നമ്മള് ഷിബിലിന്റെ സിസ്റ്ററെ കല്യാണം കഴിഞ്ഞ് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ഇതാ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് ഞങ്ങൾ തിരിച്ച് കാലിക്കറ്റ് എത്തിക്കണേ. ഇവിടെ ആദർശിനെ മറ്റേ വെള്ളത്തിലിടുന്ന ചൂണ്ടിടുന്നൊരു ഫ്രോഗ് പോലത്തെ സാധനം, തവളായിട്ടില്ല, ഫ്രോഗ് പോലത്തെ ഐറ്റംസ് ഉണ്ട്, അത് വാങ്ങാൻ വന്നതാണ്. ഇവരൊക്കെ അതിൻ്റെ ആൾക്കാരാണ്, ചൂണ്ടിടുന്ന ആൾക്കാരാണ്, വാങ്ങാൻ വന്നത്. പക്ഷെ സെലക്ട് ചെയ്യാണ്. എങ്ങനെയാണ്? അതെ അതെ, പക്ഷെ സെലക്ട് ചെയ്തോണ്ടിരിക്കാണ്. എടാ ചെമ്മീൻ ഇറങ്ങാ കിട്ടുക, ചെമ്പല്ലിയൊക്കെ പോരൂലേ? ഈ ഫ്രോഗൊക്കെ നമ്മളെ ബ്രാലിനെ ചെറുത് നല്ല ബ്രാലിനൊക്കെ അടിക്കുക തവളേനെയാ ഫ്രോഗ് കൂടുതൽ മൊത്തം. എറിയുന്ന ആൾക്കാരുണ്ട്, ഡെയിലി മീൻ പിടിക്കുന്നവരുണ്ട്. അതേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ബ്രാവന്റെ ലീഡർ. അങ്ങനെ നമ്മൾ സാധനം സെലക്ട് ചെയ്തിട്ട് തോന്നുന്നു. ആ ഇതുണ്ട്, പല ഐറ്റംസ്, പല കളേഴ്സ് സാധനം വരുന്നുണ്ട്. ചൂണ്ടടാൻ യൂസ് ചെയ്യുന്ന ഐറ്റംസ് ആണ്. ഇവൻ്റെ അതിൻ്റെ വലിയ മെഷീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കഴിഞ്ഞിട്ട് കളക്ഷൻസ് നോക്കി, കളക്ഷൻസ് ഇവിടെ ഉണ്ട്. ഇത് കേബിളും ഒക്കെ വാങ്ങുന്നുണ്ട്. ഇതെന്താണ്? എന്താണ് ഇത്? ബ്രൈഡൽ ലൈൻ നമ്മ തിക്നെസ് കൂട്ടുക, തിക്നെസ് LB അതിന്റെ സ്പിന്നിംഗ് റെയിലേ ഇത്ര അങ്ങ് 8 feet അല്ലേ? 8 അതിന്റെ മതിയത്. ഇത് മറ്റേ ഓയിലല്ലേ? ആ എടുത്താട്ടാ ആ സാധനം ഇല്ല, അതാ ബ്രോഡ്കാസ്റ്റിങ്ങിന്റെ രണ്ടെണ്ണം
അത് ചെങ്ങനെ വീഡിയോ ഇട്ടായിരുന്നു അതിന്റെ ഒച്ചും ലോളും ഇതൊക്കെ കുറെ കാലം കഴിഞ്ഞാൽ കേടാവില്ല. അതിങ്ങനെ ഉറ്റിച്ചെടുത്താൽ തുരുമ്പിടിച്ച് കേടരാണ്ട് ലാസ്റ്റ് ചെയ്യുന്ന ഐറ്റം ചെല്ലു തന്നെ അല്ല നീ ബന്ധം അങ്ങനെ വന്നു എന്താ പിന്നെ 400 ഒന്നല്ല അതിൽ കൂടുതലൊന്നും 600 മീനെ വേണം കറക്ക പോയി വെറുതെ പിടിക്കാനാണല്ലോ അങ്ങനത്തെ മീൻ അത്രയും എക്സ്പെൻസീവ് ആയ പരിപാടിയായിരുന്നു. പൈസ നമുക്കൊരു വിശ്വാസമാകില്ല. അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് പരിപാടിയാണത്. നോക്കിയിട്ട് നല്ല എക്സ്പെൻസീവ് പരിപാടിയാണ്. ഒരു ഐഡിയ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ റിട്ടേൺ വരുന്ന വഴി ഒന്ന് കയറിയതാണ്. നോക്കാം നമുക്ക് വാങ്ങാൻ. ഷോപ്പിലേക്ക് വേറൊരാളും കൂടി വരാനുണ്ട്. നമ്മൾ കാത്തിക്കാണ് നമ്മൾ. ഇതിന്റെ റോഡ് എന്താണ് ഞാൻ ഉപയോഗിക്കുന്ന റോഡ് ബ്ലാക്ക് മെമ്പർ. ഇതിനൊരു 2500 പേരുണ്ട്. സാൾട്ട് വാട്ടറിനൊക്കെ ആണെങ്കിൽ നല്ല അതിലിപ്പോ ഏത് മീനാണ് അടിച്ച് പറക്കില്ല. 6 ഫീറ്റ് ഒരു വെയിറ്റ്ലെസ് ആയ റോഡ് ഏതാണ്ട് അല്ല സോറി 8 ഫീറ്റ് വേറെ ഏതല്ലേ ഇപ്പോൾ റോഡ് കണ്ട് അതിൻ്റെ യൂസേജും കൂടി ഒന്ന് നോക്കാമല്ലോ. ഇതിൻ്റെ പ്രോസസ്സ് എല്ലാവർക്കും അറിഞ്ഞോളണമെന്നില്ല. എനിക്കും അറിയില്ലായിരുന്നു. അപ്പോൾ പിറ്റേന്ന് പോയി ചൂണ്ടയിടുന്ന വിഷ്വൽസാണിത്. ഞാൻ ഇതിലൊക്കെ എങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ് എന്ന് കാണാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്തതാണ്. ചെമ്മീനൊക്കെ പക്കാ ചെമ്മീല്ലേ കുറേ എനിക്ക് രാത്രി തിളങ്ങും. ജെല്ലി ഫീസ് തന്നെ ഒരു കണ്ടില്ലേ? ഉണ്ടോ? തവള എല്ലാ തവളയും ഉണ്ട്. ചെറുത്തവള മുതൽ മരത്തവള വരെ ഉണ്ട്. എല്ലാ ഐറ്റം ഉണ്ട്. എല്ലാ ഐറ്റവും ഉണ്ട്. ഇവിടെ വേറെ കുറച്ച് മോഡൽസ് വെയിറ്റ് ഉണ്ടാവുന്നേ കാണാൻ മാതിരിയല്ല. വലക്കിടുന്ന വെയിറ്റ് അല്ലേ? എല്ലാ ടൈപ്പും ഉണ്ട്. എന്താ കുറച്ച് വെറൈറ്റി മോഡൽസ് ഉണ്ട്. ഇങ്ങനെ നോക്കി ഒറ്റ സെറ്റാണ്. ഒറ്റ സെറ്റ് ചെയ്ത് കുറവുണ്ട്. അബൈന്റെ മീൻപിടുത്തം ഉണ്ടാവും കേട്ടോ. ചാഹകര ഇതിന്റെ സാധനല്ലേ? കഴിഞ്ഞ ആഴ്ച പിടിക്കാൻ പോയി അബൈ. അത് കാരണമോ ഇവനൊരു 3 മണിയായപ്പോ മീൻ പിടിക്കാൻ പോയി അബൈ. ഒരു 6 മണിക്കായപ്പോ ഞാൻ വിളിച്ചു എത്ര കിട്ടിയെന്ന് അറിയാൻ വേണ്ടിട്ട്. ഫസ്റ്റ് തേറിന് മറ്റേ KCB ലൈനിൽ പിടിക്കിട്ട് അത് ഊരിയാ 3 മണിക്കൂർ വെക്കുന്നത്. കഴിഞ്ഞാലേ മീനിന്റെ നല്ല വായന എനിക്ക് മീനിനെ ഇതെങ്ങനെയായിട്ട് കൊടുക്കും. ഞാൻ അടുത്ത തൂക്കി പിടിച്ച് കൊണ്ടുനടക്കാണ്.
ഇതിനെത്ര ഒരു 200 ഒരു മെയിൻ മീൻപിടുത്തക്കാർക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇതൊക്കെ അതിന്റെ കേബിൾസ് എത്ര കിലോ വരെ വെയിറ്റ് താങ്ങും അതാണ് അതിന്റെ ഇതുണ്ടോ 5.27 kg. ആ ചെറിയ നൈസ് ആണെങ്കിലും ഇതിനത്രയും പവർ ഉണ്ടാവുന്നുണ്ട്. പ്രൈസ് വരുന്നത് ആദർശേ എന്താ റേറ്റ് ഉണ്ട് അവിടെ? 140 ഇവനാ ഓരോന്നിലേക്ക് കമ്പം വരുന്നത് ഇങ്ങനെ ഓരോന്ന് അറിയുമ്പോഴല്ലേ നീ പിടിക്കാൻ പോയ നല്ല ഇൻട്രസ്റ്റ്. ഞാൻ ഫസ്റ്റ് ടൈം കഴിഞ്ഞ കാരൻ്റെ സിസ്റ്റർ വീട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് ഓരോ കുളമുണ്ട് അതിലൊന്നും ചൂണ്ടിട്ടില്ല. ഞാൻ എൻ്റെ ലൈഫ് ചൂണ്ടിടാൻ പോയിട്ടില്ല. തോണി വാങ്ങിയില്ലേ? സെറ്റാ ഞങ്ങൾ വരുന്നുണ്ട് വ്ളോഗിങ് ചെയ്യാം. എന്താണ് നാളെ ഇടണ്ടോ? ഞാൻ ഇന്ന് വീട്ടിൽ കണ്ടല്ലേ നാളെ സെറ്റ് അഭയ നാളെ അറിയാൻ പോലെ തന്നെ പോകുന്നു. ഇതാണ് കാണാൻ മാതിരി നല്ല അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് പരിപാടിയാണ്. ബാഗ് വാങ്ങണം. വാങ്ങിയിട്ടുണ്ട്. നമ്മൾ മൂപ്പരെല്ലാം കൂടി ഒപ്പിച്ച് കൂട്ടി സാധനം തന്നിട്ടുണ്ട്. ഞങ്ങളത് ആ ഷോപ്പിൻ്റെ ഫ്രണ്ടിലാണ്. മറീന സ്റ്റോർ എന്ന് പറഞ്ഞ ഷോപ്പാണ്. ബേപ്പൂര് സ്റ്റാർ മറീന സ്റ്റോർ എന്ന് പറഞ്ഞൊരു ഷോപ്പാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇതാണ് വഴി. ഫിഷിങ്ങിൻ്റെ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സാധനമൊക്കെ വാങ്ങി വണ്ടിയിൽ വെച്ച് ഞങ്ങൾ മെല്ലെ കോഴിക്കോടേക്ക് വന്നതാണ്. ജ്യൂസും കുടിച്ച് മെല്ലെ വീട്ടിലേക്ക് പോകാമെന്നാണ് പ്ലാന്. അങ്ങനെ നമ്മൾ ഗണേശിക്കാണ് നമ്മൾ വന്നത്. ഇവിടെ ആകുമ്പോൾ നല്ല വെറൈറ്റി ജ്യൂസും കാര്യങ്ങളും കിട്ടും. പല ഫ്രൂട്ടുകൾ വെച്ചിട്ടുണ്ടാകുന്ന ജ്യൂസാണ് ഇവിടെ മെയിനായിട്ട്. അതിൽ ഓരോ മോഡലിന് ഓരോ പേരും കാര്യങ്ങളും ഉണ്ട്. അതിൽ യൂസ് ചെയ്യുന്ന ഫ്രൂട്ട് അങ്ങനത്തെ മോഡൽ ആപ്പിള് ഡേറ്റ്സ് ഓരോ ഫ്രൂട്ട്സും മിക്സ് ചെയ്തിട്ടുണ്ടാക്കുന്ന ജ്യൂസാണ് ഇവിടെ മെയിനായിട്ട് വരുന്നത്. അതിനോരോ പേരും ഇട്ടിട്ടുണ്ട്. നമ്മൾ 2 ബാസൂക്ക പറഞ്ഞിട്ടുണ്ട്. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ റോസ്റ്റഡ് കാഷ്യൂ എന്ന് പറഞ്ഞൊരു മോഡൽ ജ്യൂസ് ഷേക്ക് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പല ഷേക്ക് ടൈപ്പാണ് ഞങ്ങൾ പറഞ്ഞത്. മതി ഇത് വെള്ളം നിങ്ങളൊക്കെ ഐസാ. ഇത് വെള്ളം വരാം. വെറൈറ്റി സാധനം എടുത്തു പോയിക്കൂടെ? അങ്ങനെ പിന്നെ പോകുന്ന വഴി ആര്യൻ്റെ അടുത്തൊന്ന് കയറി. ഓളോ ബൈക്കിലാണ് പ്രതീക്ഷിച്ചത്. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന് വിചാരിച്ച് ചായ തരാമെന്നും പറഞ്ഞ് വിളിച്ചിരുത്തിയതാണ്. ഞങ്ങൾ എല്ലാവരും കൂടി സർപ്രൈസ് ആയിട്ടായിട്ട് കയറി ചെന്ന് എല്ലാത്തിനെയും കൂടി കണ്ടപ്പോൾ വിട്ടോ എന്നും പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞേക്കുകയും ചെയ്തു. നല്ലോണം കൊണ്ട് ഇറക്കണം. ഉറങ്ങിയൊന്നും പോകരുത്. ആ ബാഗിലിട്ടാ സാധനം എടുത്തോ. എന്തോ എടുക്കണ്ടോ? എന്നാ പിന്നെ ഞങ്ങൾ പോവട്ടെ. ഇതിനെന്തോ ശരി. അന്ന് പരിപാടിയൊക്കെ കഴിച്ച് നമ്മൾ പ്രണവിനെ ആദർശിനെ അഭയിനെ വീട്ടിലേക്ക് ഇറക്കി കൊടുത്തിട്ട് ഞങ്ങൾ നാട്ടിലേക്ക് പോവാണ്. ഞാനും അബു ഉണ്ട്. അബു ഫുഡൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി ഫുഡായിരുന്നു. നല്ലോണം കഴിച്ചില്ലേ? നല്ലോണം ഞങ്ങൾ ഫുഡ് കഴിക്കണം. അടിപൊളി ഫുഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞങ്ങളൊരു ജ്യൂസ് കുടിച്ച് വെറൈറ്റി ആയിട്ട്. പിന്നെ തോനെ കിടന്ന് കറങ്ങാനല്ല, സൺഡേയും കൂടി ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട് റോട്ടിൽ. ഞങ്ങൾ പെട്ടെന്ന് കുറച്ചൊരു അർജന്റ് കേസ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് വീട്ടിലേക്ക് പോവാണ്. വന്നപ്പോൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.